കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച പുതിയ കെട്ടിടം ആദ്യ വേനൽമഴയിൽ തന്നെ ചോർന്നൊലിച്ചത് രോഗികളെ ദുരിതത്തിലാക്കി. മുതിർന്ന പൗരന്മാർക്കും ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികൾക്കും വിശ്രമിക്കാനൊരുക്കിയ ഭാഗത്താണ് ചോർച്ച കണ്ടെത്തിയത്. രോഗികളുടെ ദുരിതത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ബീച്ച് ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് മഴയും വെയിലും ഏൽക്കാതെ കഴിയാനാണ് കാത്തിരിപ്പ് കേന്ദ്രം പണിതത്. എന്നാൽ കഴിഞ്ഞ ദിവസം പെയ്ത വേനൽ മഴയിൽ കെട്ടിടം പൂർണ്ണമായും ചോർന്നൊലിച്ചു. ഇതോടെ മഴ പെയ്താൽ ഇവിടെ എത്തുന്ന രോഗികൾ കുട ചൂടിയിരിക്കേണ്ട അവസ്ഥയിലാണ്. വെള്ളം ചോർന്നൊലിച്ചതോടെ തറയുടെ പല ഭാഗവും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥിതിയുമുണ്ട്. പൊതുമരാമത്ത് വകുപ്പിനാണ് കെട്ടിടത്തിന്റെ നിർമ്മാണ ചുമതല. ആദ്യം പെയ്ത മഴയിൽ തന്നെ കെട്ടിടത്തിൽ ചോർച്ചയുണ്ടായത് കരാറുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണെന്നാണ് ഉയരുന്ന ആരോപണം. ഇതേ തുടർന്ന് ചോർച്ച സംബന്ധിച്ച് പൗരാവകാശ സംരക്ഷണ സമിതി ആശുപത്രി സൂപ്രണ്ടിനും ജില്ലാ കളക്ടർക്കും പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഗുരുതരമായിട്ടുള്ള കെട്ടിട നിർമ്മാണ ലംഘനങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മേൽക്കൂരയ്ക്ക് നിർദ്ദേശിച്ചിട്ടുള്ള ഹൈറ്റും അതുപോലെ തന്നെ തറയ്ക്ക് വേണ്ട സ്ലോപ്പും ഒന്നും വിടാതെയാണ് ഈ കെട്ടിടം ഇവിടെ എഞ്ചിനീയറിംഗ് വിഭാഗം PWD ഉദ്യോഗസ്ഥർ ഇവിടെ ചെയ്തിരിക്കുന്നത്. തീർത്തും നിയമലംഘനമാണ് ഇത്. കൃത്യമായും നമ്മുടെ ജനങ്ങളെ നികുതി പണത്തിൻ്റെ ഒരു ദുരുപയോഗമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഈ വിഷയത്തിന് മേൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറിന് പരാതി കൊടുത്തിട്ടുണ്ട്. പണി പൂർത്തിയാക്കി കെട്ടിടം ആശുപത്രിക്ക് കൈമാറിയിട്ടില്ലെന്നും ചോർച്ച സംബന്ധിച്ച വിഷയം പൊതുമരാമത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നുമാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ വാദം. മുതിർന്ന പൗരന്മാർക്കും ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികൾക്കും വിശ്രമിക്കാനായി സൗകര്യം ഏർപ്പെടുത്തിയ ഭാഗത്താണ് നിലവിൽ ചോർച്ച കണ്ടെത്തിയിട്ടുള്ളത്. വിഷയത്തിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് പൗരാവകാശ സമിതിയുടെ നിലപാട്. ജനം, കോഴിക്കോട്.